അങ്ങനെ കേസ് നമ്മൾ ഇന്നൊരു വലിയൊരു സംഭവം നടന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ സിറ്റിത്തെ ഏറ്റവും വലുതായി കഴിഞ്ഞാൽ നമ്മുടെ ബോസും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട്. ബോസ് ആദ്യമായിട്ടാണ് കേസ് നമ്മളെ കോൾ ചെയ്യണത്. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, നമ്മുടെ സിറ്റിയിലെ വലിയൊരു ഗാങ്സ്റ്ററാണ് ബോസ്. ഓക്കെ, അപ്പം നേരെ തന്നെ നമുക്ക് എന്തായാലും ബോസിനെ പോയിട്ട് വിളിച്ചിട്ട് നേരെ ബോസിൻ്റെ അടുത്ത് പോവുക. ബോസ് നമ്മളെ ഫോൺ ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യമൊന്നും നമുക്കറിയില്ല. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബോസ് എന്തിനാണ് വിളിച്ചതെന്ന് ഡീറ്റെയിൽ പോയി നമുക്ക് എന്തെങ്കിലും ചോദിക്കുക. അതിനായിട്ട് നേരെ തന്നെ നമ്മൾ എന്തെങ്കിലും ബുഗാട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ബോസിൻ്റെ അവിടേക്ക് പോകാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരെ ബുഗാട്ടിയാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇനി നേരെ നമ്മൾ ബോസിൻ്റെ പോയിട്ട് ബോസ് എന്തിനാണ് വിളിച്ചതൊക്കെ നമുക്ക് എന്തായാലും ചോദിക്കാം. ഇപ്പോഴും കേസ് നമ്മൾ കുറച്ച് ദാരിദ്ര്യത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേസ്. കാരണം എന്താ വെച്ചാൽ കുറച്ച് പൈസ ലെസ്സാണ് നമുക്ക്. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു പൈസയും കാര്യങ്ങളും കുറച്ച് കിട്ടിയിട്ട് വേണം ഏതെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കേസ്. ഓക്കെ, ഇപ്പോൾ ക്യാഷൊന്നും അത്രയ്ക്കൊന്നും ഇല്ല. ഓക്കെ, എന്തായാലും നമ്മൾ എന്തായാലും ഇവിടെ ബോസിനെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നേരെ തന്നെ ബോസ് എന്തിനാണ് വിളിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് വരാം കേസ്. അപ്പോൾ നേരെ പോയി ചോദിച്ചിട്ട് കേസ് ബോസ് എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ബോസ് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് സ്റ്റേഷനെ ബ്ലാസ്റ്റ് ആക്കിയിട്ട് പോലീസിനെ എല്ലാവരെയും കില്ല് ചെയ്തിട്ട് വരണം. അത് ചെയ്ത് തരുന്ന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേസ്. ഓക്കെ, അപ്പോൾ ബോസ് പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കാനും പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റിയിലത്തെ ഒരു ഗാങ്സ്റ്ററാണ്. ഇപ്പോൾ ഈ ബോസിന് നമ്മളെ ഇവിടെ നിന്ന് എടുത്ത് ഈ സിറ്റിയിൽ നിന്ന് നമ്മളെ മാറ്റാൻ അറിയും. ഓക്കെ, ബോസ് എന്തെങ്കിലും ഒരു പണി പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസിനെയൊക്കെ അടിച്ച് ഇറക്കി മൊത്തം കൊല്ലണം പറഞ്ഞിട്ടുണ്ട്. ബോസിൻ്റെ എന്തെങ്കിലും റിവെഞ്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല എന്നാണ് തോന്നുന്നത് കേസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബോസ് എന്താ തരികയെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും തന്നാൽ കൊള്ളാം കേസ്. നമ്മളെന്തെങ്കിലും കാറും കാര്യങ്ങളൊക്കെ സൈഡായി പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ വണ്ടിയാണ്. ഈ വണ്ടി പോലീസിനെ അട്ടി മേടിച്ചിട്ട് എനിക്ക് ചളവാക്കാൻ വയ്യ. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ബോസ് കുറച്ച് ഗണ്ണും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഈ ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ തന്നെ നമുക്ക് എന്തായാലും ബ്ലാസ്റ്റ് ചെയ്തിട്ട് മൊത്തത്തിന് റെഡിയാക്കുക കേസ്. ഓക്കെ, അപ്പോൾ നേരെ തന്നെ നമ്മളെന്തെങ്കിലും ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സൈഡ് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് 3 സ്റ്റാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നേരെ ഇവിടുന്ന് എസ്കേപ്പ് ആയില്ലെങ്കിൽ പണി വളർന്ന് കൺഫേം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നേരെ തന്നെ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഉള്ളിലും എല്ലാ പോലീസിനെയും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണം. ഓക്കെ, പെട്ടെന്ന് എസ്കേപ്പ് ആയിട്ട് ബോസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് പോകുക കേസ്. ബോസ് ഇങ്ങനെ ദാരിദ്ര്യമെന്ന് വിചാരിച്ചില്ല, നമുക്ക് എന്തെങ്കിലും തരും വിചാരിച്ചു. പക്ഷേ എന്തെങ്കിലും തരുന്നതെന്നൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നേരെ തന്നെ നമുക്ക് എന്തായാലും നമ്മുടെ കാർ എടുത്തിട്ട് പോലീസിന് അടിയൊന്നും കിട്ടാണ്ട് സേഫായി പോകാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്തായാലും നമ്മുടെ ബുഗാട്ടി എടുത്തിട്ട് നേരെ പോകുക ഗൈസ്. ബുഗാട്ടിൻ്റെ കളറും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഓക്കെ, അപ്പോൾ നേരെ തന്നെ നമ്മൾ ബുഗാട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ തന്നെ നമുക്ക് എന്തായാലും കത്തിച്ചു വിടാം ഇനി. ഗൈസ് ഇത് ഗൈസ് പറഞ്ഞേ ഉള്ളൂ, പോലീസ് വന്നിട്ടുണ്ട്. നമ്മളെന്തായാലും നമ്മുടെ എയർപോർട്ടിൽ പോയിക്കഴിഞ്ഞാൽ നിറയെ സ്ഥലം ഉണ്ടാവും എസ്കേപ്പ് ആവാൻ. അപ്പോൾ നേരെ എയർപോർട്ടിൽ കയറിയിട്ട് കുറച്ച് നേരം ഹൈഡായിട്ട് പോലീസൊക്കെ പോയിട്ട് ഞാൻ വരാം ഗൈസ് പെട്ടെന്ന്. ഓക്കെ, ഗൈസ് നമ്മുടെ പോലീസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ. ഇനി എന്തായാലും ഇവിടെ അത്ര നിൽക്കുന്നത് സേഫ് അല്ല, നമുക്ക് എന്തായാലും എസ്കേപ്പ് ആവാം ഗൈസ്. അങ്ങനെ പോലീസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നേരെ നമുക്ക് എന്തായാലും വീട്ടിലേക്കൊക്കെ പോകുക ഗൈസ്. അപ്പോൾ നേരെ കത്തിച്ചിടാം നമുക്ക് ഗൈസ്. അപ്പോൾ നേരെ തന്നെ നമ്മളെന്തായാലും വീട്ടിലേക്കൊക്കെ കത്തിച്ച് വിടാൻ പോണ്. നമ്മുടെ ബുഗാട്ടിയും കാര്യങ്ങളൊക്കെ ഇത്തിരി സീനായിട്ടുണ്ടോ എനിക്കൊരു ഡൗട്ട്. എവിടേക്കോ ചെറുതായി മുട്ടിയിട്ടുള്ളൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നേരെ തന്നെ നമുക്ക് എന്തായാലും വീട്ടിലേക്കൊക്കെ കത്തിച്ച് വിടാം. ഓക്കെ, നമ്മുടെ ബുഗാട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ബുഗാട്ടി നമ്മുടെ പുതിയ വണ്ടിയാണ് കേട്ടത്. ഓക്കെ, എടാ ഇത് ഏതാടാ? എടാ ഏതോ ഒരു കാറിന് മേലെ കവർ ഇട്ടിട്ട് പോയിക്കുന്നു. എടാ ഇത് ബോസ് വെച്ചാണോ? നമുക്കെന്തായാലും ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. എടാ ഇത് അടിപൊളിയായിട്ടുണ്ടല്ലേ, യെല്ലോ കളർ കവറൊക്കെ ഇട്ടിരിക്കുന്നു നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ. നമുക്കെന്തായാലും ഇതിനെ ഓപ്പൺ ആക്കി നോക്കാം ഗൈസ്. ഓക്കെ, ബോസ് വെച്ചാന്ന് തോന്നുന്നു. എൻ്റെ മോന് ഗൈസ് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ലക്ഷറീസ് ഉള്ള ഒരു കാറ് കണ്ടിട്ടില്ല. ഇത് ഏതാ വെച്ചാൽ ലംബോർഗിനി ടെർസോ ഉണ്ടോ. എൻ്റെ മോനെ വേറെ ലെവൽസാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അടിപൊളി കാറ്, വേറെ ലെവലായിട്ടുണ്ട്. ഇതിന് ഇൻറ്റീരിയറൊക്കെ ഇതാണ് കേട്ടോ മോഡൽ. എടാ നമ്മൾ ഇത്രയും ചെയ്തിട്ട് ബോസ് നമ്മൾക്ക് ഇങ്ങനെ ഒരു പരിപാടി തരും വിചാരിച്ചേ ഇല്ല. പക്ഷേ ഇത് അടിപൊളിയായിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഈ കാറ്. എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് വരാം ഈ കാറിനെ. ഓക്കെ, എൻ്റെ മോനെ പടച്ചോനെ ജസ്റ്റ് വന്നിട്ട് പട്ടി ഷോപ്പ് ഓവറായി പോയിട്ടുണ്ട്. പട്ടി ഷോപ്പ് ഓവറായി പറഞ്ഞാൽ അളുമ്പായി പോയിട്ടുണ്ട്. ഇനി എന്തായാലും പോലീസും കാര്യങ്ങളൊക്കെ വരുന്ന മുമ്പ് നെയ്സിൽ എസ്കേപ്പ് ആവട്ടെ. വണ്ടീൻ്റെ ഫ്രണ്ടിലത്തെ ഗ്ലാസും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട്. പടച്ചോനെ ഇങ്ങനത്തെ ഒരു ഗതിയാണല്ലോ. ഓക്കെ, നേരെ ഇതൊക്കെ പോയി പെണ്ണിൻ്റെ കൊടുത്ത് റിപ്പയറൊക്കെ ആക്കാം. അപ്പോൾ ഇത്രയുള്ള കേസ് നമ്മളെന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് നിർത്താൻ പോണ്. കുറേ പേര് വീഡിയോ വരുന്ന ആരും ഒന്ന് ചാനലൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. എല്ലാവരും മാക്സിമം സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്തായാലും 1K അടിക്കുക സൂൺ.